2026 SM നോബു സ്മാരക കർമ്മയോഗി പുരസ്കാരം സ്വീകരിക്കുന്നത് ബഹുമാനപ്പെട്ട മുൻ MP ശ്രീ പന്നിയൻ രവീന്ദ്രൻ അവർകളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ കേരള ഘടകത്തിന്റെ സംസ്ഥാന സെക്രട്ടറിയായും ദേശീയ സെക്രട്ടേറിയറ്റ് അംഗമായും രാജ്യത്തിന്റെ പൊതുജീവിതത്തിൽ ദീർഘകാലം വ്യക്തിമുദ്ര പതിപ്പിച്ച നേതാവ്, തിരുവനന്തപുരം മണ്ഡലത്തെ ലോകസഭയിൽ പ്രതിനിധീകരിച്ച ജനനായകൻ, രാഷ്ട്രീയ പ്രവർത്തകൻ എന്നതിലുപരി എഴുത്തുകാരൻ, കായിക നിരൂപകൻ, ഫുട്ബോൾ ആസ്വാദകൻ എന്നിങ്ങനെ എല്ലാ മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ബഹുമുഖ പ്രതിഭ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിനും പുരസ്കാര സമർപ്പണത്തിനുമായി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അവരുടെ ഹൃദയം നിറഞ്ഞ ആദരവോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട മുൻ MP ശ്രീ പന്നിയൻ രവീന്ദ്രൻ അവർക്ക് SM നോബു സ്മാരക കർമ്മയോഗി പുരസ്കാരം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അവർ സമർപ്പിക്കുന്നു. പ്രശസ്തി പത്രം സമർപ്പിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ആരോഗ്യ കുടുംബക്ഷേമ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ K മുരളീധരൻ അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഫിലിം ഡയറക്ടർ മധുബാൽ അവർ ബഹുമാനപ്പെട്ട പന്നിയൻ രവീന്ദ്രൻ അവരെ പൊന്നാട അണിയിച്ച് ആദരിക്കുന്നു. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെ ആയിരിക്കണം എന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ശ്രീ പന്നിയൻ രവീന്ദ്രൻ. സംശയമില്ല. വയസ്സൊക്കെ ആണെങ്കിൽ അവർക്ക് അന്യത്ര ബാധിക്കില്ല. അത് എന്നും നിത്യവിനത്തിൽ തന്നെയായിരിക്കും. ഇനിയും പാർട്ടിക്കും സമൂഹത്തിനും വേണ്ടി സേവനം നടത്താൻ അദ്ദേഹത്തിന്, അദ്ദേഹം വിശ്വാസി അല്ലെങ്കിൽ വിശ്വാസിയായി ഞാൻ അദ്ദേഹത്തിന് ആയുരാരോഗ്യങ്ങൾ നേരുന്നു. ചില സഹാക്കളാണെങ്കിൽ പ്രായഭേദമന്യേ നിലയിട്ടാന്ന് വിളിക്കുന്ന തരത്തിലുള്ള സൗഹൃദമാണ്, ബന്ധമാണ് അദ്ദേഹത്തിനുള്ളത്. ഒരുപാട് കാലമായിട്ട് നമ്മളിലേക്കുള്ള ട്രെയിൻ യാത്രകളിൽ നിരന്തരമായിട്ട് എത്തിയായിരുന്നപ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ കൂടെ പോവുകയും സഞ്ചരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തി നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നതോടുകൂടിയാണ് ഈ ഒരു ചടങ്ങ് ഞാൻ എത്തിയത്. ലാളിത്യവും സത്യനിഷ്ഠയും മൂല്യാധിഷ്ഠിതമായ പൊതുപ്രവർത്തനം ജീവിതം കൊണ്ട് ഉയർത്തിപ്പിടിച്ച ജനനേതാവാണ് ശ്രീ പന്നിയൻ രവീന്ദ്രൻ. അതുമായിട്ട് സംസാരിച്ച് ശീലിച്ച ഒരാള് അതുമായിട്ട് കൂടുതൽ ഇടപഴകുമ്പോൾ അത്ഭുതമാണ്. എല്ലാ രാഷ്ട്രീയത്തിൽ ഇത്രയും ലാളിത്യത്തോടുകൂടി എങ്ങനെയാണ് ജീവിക്കുന്നത്. അതിനോട് ചേർന്ന് നിന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിന് അവാർഡ് സാഹചര്യം സന്തോഷം ഞാൻ കാണണം. മിതത്വത്തോടെ ജീവിക്കും. നമുക്ക് ആവശ്യമുള്ളതാവാം, ആർഭാടം വേണ്ട. ഇതാണ് എൻ്റെ ജീവിതത്തിൽ ശൈലി. ആർഭാട ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് കാരണം എന്താ? ഞാൻ ജനിച്ചുകൊള്ളുന്നത് അങ്ങനെയാണ്. നമ്മളായി ജീവിക്കാൻ നമുക്ക് കഴിയട്ടെ. ഇവിടെ നൽകിയ സ്വീകരണത്തിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. അഭിനന്ദനം.